റാപ്പർ വേടന്റെ കേസ് ഇന്നിപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. വാദം നാളെയും തുടരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹർജിയിൽ തീർപ്പാക്കുന്നത് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വേടനെതിരെ പരാതിയുമായി യുവതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ആണ് ഇത്തരത്തിൽ ലൈംഗികമായി വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന തരത്തിലൊക്കെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ പരാതിക്കാരുടെ അഭിഭാഷക കോടതിയിൽ നിരവധി വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സാലി ഒന്നുകൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സാലി, അതായത് വളരെ നിർണായകമായ ഒരു കാര്യം ഇപ്പോൾ കോടതി പറഞ്ഞു വെക്കുന്നു. ഹർജി തീർപ്പാക്കുന്നത് വരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു കാര്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും വാദം നാളെയും തുടരും. എന്തൊക്കെ കാര്യങ്ങൾ കോടതി നിരീക്ഷിച്ചു? അതായത് ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ, ഈ പരാതിക്കാരിയുടെ ഇരയുടെ ഒരു കക്ഷി ചേരൽ ഹർജി ഇന്നലെ ഹൈക്കോടതിയിൽ ഈ വേടൻ്റെ ഹർജിക്കൊപ്പം പരിഗണിച്ചിരുന്നു. അതിനുശേഷം കക്ഷി ചേരാൻ അനുവദിച്ചു. അതിനെ തുടർന്ന് ഇന്ന് ഈ ഇരയുടെ പരാതിക്കാരിയുടെ അഭിഭാഷകയുടെ വാദമാണ് നടന്നത്. അതായത് വേടൻ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവക്കാരനാണ്, മറ്റു പല സ്ത്രീകളുമായി ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കോടതിയിൽ സമർത്ഥിക്കാനാണ് അഭിഭാഷകർ ശ്രമിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു വാദം. പക്ഷേ ഇന്ന് വാദം പൂർത്തിയാക്കാനായില്ല. ഇന്ന് 114ാമത്തെ ഐറ്റമായി 4D കോടതിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. ഇന്നലെയും ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം കേട്ടിരുന്നു. ഇന്നലെ ഈ വേടൻ്റെ അഭിഭാഷകൻ്റെ വാദങ്ങളാണ് നടന്നത്. തുടർന്ന് ഇന്ന് കൂടുതൽ വാദത്തിനായി മാറ്റിയിരുന്നു. ഇന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകയുടെ വാദങ്ങളാണ് നടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന വാദമാണ് ഉന്നയിച്ചത്. അപ്പോൾ അതിനുശേഷം ഒടുവിൽ ഇന്ന് കോടതി അല്പം വൈകിട്ട് പിരിയാൻ സമയമായപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞു, ഇന്നത്തേക്ക് സിറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്, നമുക്ക് തുടർന്ന് നാളെ വാദം കേൾക്കാം എന്ന് പറഞ്ഞതിന് ശേഷം പ്രോസിക്യൂഷനോട്, സർക്കാരിൻ്റെ വക്കീലിനോട് പറഞ്ഞു, ഈ കേസിൽ ഈ ഹർജിയിൽ തീർപ്പാകുന്നതുവരെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കരുത്, അതായത് നോട്ട് ടു അറസ്റ്റ് എന്ന് വാക്കാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേടന് ഈ കേസ് തീർപ്പാകുന്നതുവരെ ഇനി വേടന് അറസ്റ്റ് ഭയക്കേണ്ടതില്ല. ഏതായാലും ശക്തമായ വാദമാണ് കോടതിയിൽ നടന്നത്. നാളെയും ഇത് തന്നെയായിരിക്കും സാഹചര്യം. ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നാണ് പരാതിക്കാരിയുടെ വാദം. സർക്കാരും ജാമ്യാപേക്ഷ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വേടനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും കോടതിയുടെ തീരുമാനം. അതൊരു പക്ഷേ നാളെ ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം. ശരി.